നമസ്കാരം, കൊച്ചിക്കാരൻ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രാവശ്യത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആർക്കായിരിക്കും? നിസ്സംശയം പറയാം, അത് നമ്മുടെ ശൈലജ ടീച്ചർക്ക് തന്നെ. വടകരയിലെ സ്ഥാനാർത്ഥി ശ്രീമതി ശൈലജ ടീച്ചർ. അപ്പോൾ ഈ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് നമ്മുടെ മുഖ്യൻ്റെ കയ്യിൽ നിന്നും ടീച്ചർ ഏറ്റുവാങ്ങേണ്ടതാണ്. ഈ 4 വോട്ടിന് വേണ്ടിയിട്ട് ഇത്ര നാലാംകിട പ്രവൃത്തി ചെയ്യണമായിരുന്നോ? അതാണ് ടീച്ചറിനോട് ചോദിക്കാനുള്ളത്. പത്രസമ്മേളനത്തിൽ വന്നിട്ട് എന്തായിരുന്നു ടീച്ചറിൻ്റെ പെർഫോമൻസ്? തൊണ്ടയിടറുന്നു, കണ്ണ് നിറയുന്നു, നവരസങ്ങൾ മാറി മറയുന്നു. ടീച്ചർ എന്താന്ന് പറഞ്ഞത്? മോർഫ് ചെയ്ത വീഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കളങ്ങോട് മാറ്റി ചവിട്ടി. വീഡിയോ ക്ലിപ്പില്ല, വീഡിയോ ക്ലിപ്പെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഫോട്ടോയാണ് പ്രചരിക്കുന്നത്. അങ്ങനെയായി മാറ്റങ്ങൾ. അപ്പോൾ എന്തിനു വേണ്ടി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ കാര്യങ്ങൾ പുറത്തുവിടുന്നു? അതും എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് നേരെ. ഷാഫി പറമ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് MLA, അതിശക്തനായ ഒരു നേതാവ്. അദ്ദേഹം വടകരയിലേക്ക് വന്നപ്പോൾ മുരളീധരൻ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു മത്സര അന്തരീക്ഷമായിരുന്നില്ല. ഷാഫി പറമ്പിൽ വന്നതോടുകൂടി അന്തരീക്ഷം ആകെ മാറി. ഇടതുപക്ഷത്ത് വീശിയിരുന്ന കാറ്റെല്ലാം വലതുപക്ഷത്തേക്കായി. അതുകൊണ്ട് തന്നെ ആവണം ഇത്തരം ഒരു ലൈംഗികാരോപണം കൊണ്ടുവന്നത്. ഈ ലൈംഗികാരോപണം ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയ കാര്യങ്ങളല്ല. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്യും. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിൻ്റെ പേരിലും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ ഇടതുപക്ഷം. അതിൽ അവർ വിജയം കാണുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയെങ്കിലും എലക്ഷൻ വിജയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഈ നമ്മുടെ ശൈലജ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു കൂട്ടുന്നത്. എന്തായാലും ശൈലജ ടീച്ചർ ആകെ നാറി എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ അവിടെ പാനൂര് പൊട്ടിയ ബോംബ്, ആ ബോംബ് പൊട്ടിയതിൻ്റെ ക്ഷീണം മാറ്റാനും കൂടി വേണ്ടി ആവണം ഇത്തരത്തിൽ ഓരോ ആരോപണങ്ങൾ ഉണ്ടാക്കി ഇറക്കുന്നത്. എന്തായാലും നാറിയതെല്ലാം നാറി. ഇനിയിപ്പോൾ നാളെ ഇലക്ഷനാണ്. ഇക്കാര്യങ്ങളൊക്കെ ഏത് തരത്തിൽ എങ്ങനെ വടകരയിലുള്ള ജനങ്ങൾ എടുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ നമ്മളെല്ലാവർക്കും അറിയാവുന്നതാണ്. പാലക്കാട് നിന്ന് വരുമ്പോൾ പാലക്കാടുള്ള ജനത എങ്ങനെയാണ് അദ്ദേഹത്തെ യാത്ര അയച്ചത് നമുക്ക് കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ക്രൂ അഴിഞ്ഞു. അപ്പോൾ ആ അഴിഞ്ഞ സ്ക്രൂ ഒന്ന് മുറുക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ വാഷറങ്ങ് പൊട്ടി. ഇപ്പോൾ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. എന്തായാലും ഇടതുപക്ഷത്തിനും ഇപ്രാവശ്യത്തെ മികച്ച നടിക്കുള്ള അവാർഡ് നേടുന്ന ശ്രീ ശൈലജ ടീച്ചർക്കും അഭിനന്ദനങ്ങൾ.